അരുൺകുമാർ സാറിന് വിനയമില്ല, ന്യായമായി സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായി സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. സത്യമാണ് കേട്ടോ. എനിക്ക് അദ്ദേഹത്തോടിപ്പോൾ വല്ലാണ്ട് ഇഷ്ടം തോന്നുന്നുണ്ട്. ആ പക്വതയും വിനയവും ഒക്കെയുള്ള സംഭാഷണം കേൾക്കുമ്പോൾ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്നുള്ള ആ പാട്ട് മാപ്പ് ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്നെൻ്റെ ഹൃദയത്തിൽ തോന്നിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇത് കേൾക്കുമ്പോൾ ഉറപ്പായിട്ട് തോന്നും. ദേ കേട്ടു നോക്കൂ, എത്ര സൗമ്യമായിട്ടാണ് ആ മഹാൻ സംസാരിക്കുന്നത്. ഇന്നലെ റഹീസ് റഷീദ് അറിയിട്ടുണ്ട്, വലിയ വാർത്താ പ്രാധാന്യമുണ്ട്. ആ ദൃശ്യം ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ദൃശ്യം കൂടിയായിരുന്നു. എങ്ങനെയാണ് ചില നേതാക്കൾ, പ്രത്യേകിച്ച് സമുദായ നേതാക്കളൊക്കെ നമ്മളുടെ ചോദ്യത്തിന് അസ്വസ്ഥപ്പെടുന്നത് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇക്കാലത്തും അങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന മനുഷ്യരെ നമ്മളൊന്നും ചോദിച്ചില്ലല്ലോ വെള്ളാപ്പള്ളി നടേശനോട്. ആകെ ചോദിച്ചത് ഈ സർക്കാർ ഏത് സർക്കാരാണ് അനുമതി നൽകാത്തത് എന്നത് മാത്രമാണ്. മലപ്പുറത്ത് SNDPക്ക് സ്കൂളുകൾ നൽകാത്തത് ഏത് സർക്കാരാണ്? 9.5 വർഷമായിട്ട് പിണറായി സർക്കാരല്ലേ എന്ന് ചോദ്യം ചോദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ അബദ്ധം പറ്റിയതാണെന്നാണ് മനസ്സിലാക്കുന്നത്. മുൻകാല സർക്കാർ തന്നില്ല എന്നുള്ളതിന് ഇക്കൊല്ലം വന്നിട്ട് മലപ്പുറത്തെ ചീത്ത പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്തായാലും അതിനുശേഷം പിന്നീട് വെള്ളാപ്പള്ളി നടേശനെ കാണാൻ ശ്രമിച്ചോ റഹീസ് റഷീദ്? മൂപ്പര് ചൂടായിട്ട് അങ്ങ് പോവാ ചെയ്ത്. ആ ചോദ്യം കേട്ടോ. അയ്യോ, വെള്ളാപ്പള്ളി നടേശൻ സാറിന് അബദ്ധത്തിലെങ്ങാനും സംഭവിച്ചതാണോ ആ കൈപ്പിഴ? ആ കൈപ്പിഴ അറിയാതെ കക്ഷത്ത് കൊതുകെന്തെങ്കിലും ഇരുന്നപ്പോൾ പൊക്കിയപ്പോൾ റഹീസ് റഷീദിൻ്റെ മൈക്കിൽ തട്ടിയതാണോ? എന്താണ് സംഭവിച്ചത്? സമുദായ നേതാക്കളൊക്കെ നമ്മളെപ്പോലെയുള്ള ചാനലുകാരോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങിയാൽ, അവരങ്ങനെയൊക്കെ പെരുമാറാൻ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? റഹീസ് റഷീദ് പിന്നെ കണ്ടിരുന്നോ വെള്ളാപ്പള്ളി സാറിനെ? എന്തെങ്കിലും പാലോ പഴമോ ഒക്കെ വാങ്ങി അദ്ദേഹത്തെ കാണാൻ പോയിരുന്നോ? ഒന്നാലോചിച്ച് നോക്കൂ, എത്ര വിനയപൂർവ്വമാണ് ഈ ഗവൺമെൻറ് തരാത്തതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഒന്നും ചോദിച്ചില്ലല്ലോ, അദ്ദേഹത്തെ നമ്മൾ വേദനിപ്പിച്ചില്ലല്ലോ. നമ്മൾ ആകെ ചോദിച്ചത് അനുമതി തരേണ്ടത് ഈ സർക്കാരാണെന്നല്ലേ ഉള്ളൂ. അദ്ദേഹം വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും, ഖേദിച്ചിട്ടുണ്ടാവും, ഖിന്നതപ്പെട്ടിട്ടുണ്ടാവും, കുണ്ഠിതപ്പെട്ടിട്ടുണ്ടാകും, മണ്ഡിതപ്പെട്ടിട്ടുണ്ടാവും. എത്ര മനോഹരമായിട്ടാണ് അരുൺകുമാർ സാറ് പറയുന്നത്. ആ പൂക്കൾ കൊണ്ടിങ്ങനെ എന്താ പറയുന്നത്, വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ മുഖത്ത് തലോടുന്നത് പോലെ, അതിലെ ഇതളുകൾ പോലും ഇളകി വീഴത്തക്കതുപോലെ ഒരു ബലം അരുൺകുമാർ സാർ അതിൽ പ്രയോഗിക്കുന്നില്ല. അത്ര മനോഹരമായി ഇങ്ങനെ കണ്ണടച്ച് കിടന്ന്, ഒരുപക്ഷെ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു ചിത്രത്തിൽ നമ്മുടെ അതുല്യ നടൻ ജഗദീഷ് ശ്രീകുമാറേട്ടൻ ഈ ചെവിയിലിങ്ങനെ തുരുമ്പിട്ട് ഇങ്ങനെ കറക്കുമ്പം ആ സുഖം മുഖത്ത് അനുഭവിക്കുന്നത് കാണാറുണ്ട്. അതേ സുഖം ആ വാക്കുകൾ കേട്ടപ്പോൾ എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. നിങ്ങൾ ഒന്നുകൂടി കണ്ണടച്ച് കേട്ടോളത്. ഇന്നലെ റഹീസ് റഷീദ് വെള്ളാപ്പള്ളി നടേശനോട് ചോദിച്ചത് വലിയ വൈറലായി മാറിയിട്ടുണ്ട്, വലിയ വാർത്താ പ്രാധാന്യമുണ്ട്. ആ ദൃശ്യം ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ദൃശ്യം കൂടിയായിരുന്നു. എങ്ങനെയാണ് ചില നേതാക്കൾ, പ്രത്യേകിച്ച് സമുദായ നേതാക്കളൊക്കെ നമ്മളുടെ ചോദ്യത്തിന് അസ്വസ്ഥപ്പെടുന്നത് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇക്കാലത്തും അങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന മനുഷ്യരെ നമ്മളൊന്നും ചോദിച്ചില്ലല്ലോ വെള്ളാപ്പള്ളി നടേശനോട്. ആകെ ചോദിച്ചത് ഈ സർക്കാർ ഏത് സർക്കാരാണ് അനുമതി നൽകാത്തത് എന്നത് മാത്രമാണ്. മലപ്പുറത്ത് SNDPക്ക് സ്കൂളുകൾ നൽകാത്തത് ഏത് സർക്കാരാണ്? 9.5 വർഷമായിട്ട് പിണറായി സർക്കാരല്ലേ എന്ന് ചോദ്യം ചോദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ അബദ്ധം പറ്റിയതാണെന്നാണ് മനസ്സിലാക്കുന്നത്. മുൻകാല സർക്കാർ തന്നില്ല എന്നുള്ളതിന് ഇക്കൊല്ലം വന്നിട്ട് മലപ്പുറത്തെ ചീത്ത പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്തായാലും അതിനുശേഷം പിന്നീട് വെള്ളാപ്പള്ളി നടേശനെ കാണാൻ ശ്രമിച്ചോ റഹീസ് റഷീദ്? പിന്നെ കണ്ടില്ലല്ലോ അല്ലേ? മൂപ്പര് ചൂടായിട്ട് അങ്ങ് പോവാ ചെയ്ത്. കേട്ടപ്പോൾ ഒരു സുഖം തോന്നുന്നില്ലേ? എന്തോ ഒരു സുഖം. ഇതിപ്പോൾ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, വേറെ ഏതെങ്കിലും പേരുകാരായിരുന്നെങ്കിൽ, മറ്റെന്തെങ്കിലും രാഷ്ട്രീയ സാന്നിധ്യമുള്ളതായിരുന്നെങ്കിൽ നേരന്നിങ്ങനെ ഇരിക്കൂലേ? മുതലാളി മുതൽ ഈ അരുൺകുമാർ തൊഴിലാളി വരെ അങ്ങോട്ട് ഇരുന്നിട്ട് അങ്ങോട്ട് തുടങ്ങൂലേ കശാപ്പ്? വൈറ്റ് കോളർ ക്രൈം, ആ ക്രൈം ഈ ക്രൈം നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് വൈറ്റ് കോളർകാർ. ആ വൈറ്റ് കോളർകാർ ഇവിടുത്തെ സ്ഥാപനങ്ങളിലുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്ന അരുൺകുമാർ സാറാണ്. പക്ഷേ ഇപ്പോൾ അരുൺകുമാർ സാറ് എന്തൊരു സുഖത്തോടെയാണ് ഈ തല മുട്ടയടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ ചൂട് കാലത്ത്, അദ്ദേഹം ഇപ്പോഴായിരിക്കും അത് അനുഭവിച്ചിട്ടുണ്ടാകുക. അത്ര സുഖത്തിലല്ലേ ചോദിച്ചത്. മനോഹരമായി. അതുകൊണ്ട് ഇത്ര സൗമ്യമായി സംസാരിക്കുന്ന അങ്ങയെ തെറ്റിദ്ധരിച്ചു പോയതിൽ മാപ്പ് ചോദിക്കുന്നു, ഖേദം പ്രകടിപ്പിക്കുന്നു, ഖിന്നത പ്രകടിപ്പിക്കുന്നു.